പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നിങ്ങളെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ മാത്സ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭിന്നസംഖ്യകളെ കുറിച്ചാണ് പഠിച്ചു വന്നത്. നമ്മൾ ഭിന്നസംഖ്യകളെ കുറിച്ച് എന്തൊക്കെ പഠിച്ചെന്നൊന്ന് പറയാൻ പറ്റുമോ? എന്തിനാണ് ഭിന്നസംഖ്യകളെന്ന് അറിയാം അല്ലേ? കഷ്ണങ്ങളെ സൂചിപ്പിക്കാണ് ഭിന്നസംഖ്യകൾ. ന്യൂമറേറ്റർ എന്തിനാന്ന് വെച്ചാൽ അറിയാം ഇല്ലേ? കഷ്ണങ്ങളെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതിന്. ഈ ഡിനോമിനേറ്റർ എന്തിനാണ്, അഥവാ ഛേദം എന്തിനാണ്? വലിപ്പത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ നൽകാനായിട്ട്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ അതിൽ പഠിക്കാനുള്ളത്. പിന്നെന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഫാക്ടേഴ്സ് അഥവാ ഒരേ ഛേദമുള്ള ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു ഇല്ലേ? എന്താണ് ഒരേ ഛേദമുള്ള ഭിന്നസംഖ്യകൾ? അതായത് ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള, അതായത് ഛേദം തുല്യമായിട്ടുള്ള ഭിന്നസംഖ്യയിൽ പറയുന്നതാണ് എന്ത്? ലൈക്ക് ഫാക്ടേഴ്സ്. അൺലൈക്ക് ഫാക്ടേഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ്, ഛേദം തുല്യമല്ലാത്തവയെ അൺലൈക്ക് ഫാക്ടേഴ്സ് എന്ന് പഠിച്ചു. പിന്നെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഒന്നിൽ കുറവായ ഭിന്നസംഖ്യകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രോപ്പർ ഫ്രാക്ഷൻ. ഒന്നിൽ കൂടുതലായ ഭിന്നസംഖ്യകളെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. അവ എങ്ങനെ തിരിച്ചറിയുക? അതായത് അംശം ചെറുതായ ഭിന്നസംഖ്യകൾ, ഛേദത്തേക്കാൾ അംശം ചെറുതാണെങ്കിൽ അത് പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സമാന ഭിന്നങ്ങൾ എന്ന് പറയും, സാമാന്യ ഭിന്നങ്ങൾ എന്ന് പറയും. അതേസമയത്ത് അംശം ഛേദത്തേക്കാൾ വലുതാണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമ ഭിന്നസംഖ്യകൾ എന്ന് പറയും. പിന്നെ അംശം തുല്യമായാൽ അത് ഒന്നിന് ഒരു പൂർണ്ണത്തിന് തുല്യമായിരിക്കും, ഒന്നിന് തുല്യമായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചു വന്നത്. മറ്റൊന്ന് കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മൾ പറയാം 3/5 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിന് അർത്ഥം എന്ന് പറയാൻ പറ്റുമോ? എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക? അവിടെ എത്ര കഷ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റും? നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ പറയുന്നത്? എത്ര കഷ്ണമുണ്ട്? അല്ല, 3 കഷ്ണമുണ്ട്. അതിന് വലിപ്പം പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അതായത് ഒരു മുഴുവനെ 5 മുറിച്ചാൽ ഒരു കഷ്ണത്തിന് ഉണ്ടാകുന്ന വലിപ്പമാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ആപ്പിൾ ആണെങ്കിൽ 3/5 ആപ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? ഒരു ആപ്പിളിനെ 5 കഷ്ണമാക്കുകയും അതിലൊരു കഷ്ണത്തിൻ്റെ വലിപ്പത്തിൽ 3 കഷ്ണം എടുക്കുകയാണെങ്കിൽ 3/5 എന്ന് പറയും. അഥവാ 1/5 3 കഷ്ണം എന്ന് പറയും. എന്തർത്ഥം? 1/5 3 കഷ്ണം എന്നാണ് മനസ്സിലേക്ക് വരേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അവിടെ 6/7 എന്ന് പറഞ്ഞതിനർത്ഥം എത്ര കഷ്ണമാണ് അതിൽ സൂചിപ്പിക്കുന്നത്? 6 കഷ്ണം അല്ലേ? ഈ 1/7 എത്ര കഷ്ണം വേണം അതിൽ? 1/7 സംശയം ഉണ്ടോ? വരാൻ ബുദ്ധിമുട്ട് അല്ലേ? 1/7 7 കഷ്ണമാക്കുക. അതിലൊരു കഷ്ണത്തിൻ്റെ വലിപ്പത്തിൽ എത്ര കഷ്ണം എടുക്കുക? 6 കഷ്ണം എടുക്കുക അല്ലേ? അപ്പോൾ ഒരു കഷ്ണത്തെ പറയാം 1/7 എന്ന് പറയും. അങ്ങനെ 6 കഷ്ണം എടുത്താൽ എന്തെന്ന് പറയും? 6/7. 7/8 എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? എത്ര കഷ്ണം ഉണ്ട് അതിൽ? 7 കഷ്ണം. എങ്ങനെ ഇത് 1/8 7 കഷ്ണമാണ് എന്നർത്ഥം. 1/8 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരെണ്ണത്തെ 8 ആക്കി മുറിക്കുക. അപ്പോൾ അതിലൊരു കഷ്ണം എടുക്കുക. ആ വലുപ്പത്തിലുള്ള ഒരു കഷ്ണത്തെ വിളിക്കുന്ന പേരാണ് ആ കഷ്ണത്തിൽ, ആ വലുപ്പത്തിൽ 7 കഷ്ണം എടുക്കുകയാണെങ്കിൽ 7/8. അപ്പോൾ 7/8 എത്ര? 1/8 എന്ന് ചോദിച്ചാൽ എന്താ പറയുക? 7 അത്. പിന്നെ 6/7 എത്ര? 1/7 എന്ന് വെച്ചാൽ എന്താ പറയുക? 6. അത് പെട്ടെന്ന് നമുക്ക് പറയാൻ കിട്ടണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് അഡീഷൻ പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ 9/x എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അതിൽ 9 കഷ്ണമുണ്ട് അല്ലേ? ഞാൻ ചോദിക്കുന്നത് ഈ കഷ്ണം ഒരു മുഴുവൻ അവന് എത്ര കഷ്ണം വേണം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതിൽ x കഷ്ണം വേണം അല്ലേ? അപ്പോൾ നമ്മൾ 3/10 എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? 3/10 എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? 10 കഷ്ണമാക്കുക. അതിലൊരു കഷ്ണത്തിന് പറയുന്ന പേര് 1/10 എന്ന് പറയും. ആ വലുപ്പത്തിൽ എത്ര കഷ്ണം വേണം? 3 കഷ്ണം വേണം അല്ലേ? ഇനി 3/10 കഷ്ണമാണ് അല്ലേ? ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇതിൽ എത്ര 1/10 കഷ്ണം എന്ന് ചോദിച്ചാൽ എന്താ പറയുക? 3 കഷ്ണം. ഓക്കെ, അത് ശരി. 1/10 3 കഷ്ണം ചേർന്നാണ് എന്ത്?
3/10. മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ കിട്ടി, ഇപ്പം ഞാൻ 3/10 കഷ്ണം തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കഷ്ണം ഉണ്ടായിരിക്കും? 3 കഷ്ണം ഉണ്ടായിരിക്കും അല്ലേ? ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, അങ്ങനത്തെ എത്ര കഷ്ണം ചേർന്നാൽ ഒരു മുഴുവനാവും? 10 കഷ്ണം അല്ലേ? അപ്പോൾ കഷ്ണത്തിന് വലിപ്പം എങ്ങനെ പറയാം? 2 തരത്തിൽ പറയാം. എങ്ങനെയൊക്കെയാണ് പറയാൻ പറ്റുക? അതായത് ഒരു എണ്ണത്തെ, ഒരു മുഴുവൻ സാധനത്തെ 10ആയി മുറിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന വലിപ്പമാണ് ആ കഷ്ണത്തിൻ്റെ വലിപ്പം എന്ന് പറയാം. ഇനി എത്ര കഷ്ണം ചേർന്നാലാണ് മുഴുവനാവാൻ? അത് അതിന് മറ്റൊരുത്തിലും പറയാം. ഇങ്ങനത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ ആ കഷ്ണങ്ങൾ 10 എണ്ണം ചേരുകയാണെങ്കിൽ മുഴുവനാവുന്ന വലിപ്പം, ഒരു എണ്ണം മുഴുവനാവും. അത്തരം ഒരു വലിപ്പമാണ് ഒരു കഷ്ണത്തിന് ഉള്ളത്. 10 കഷ്ണം ചേർന്നാൽ കിട്ടിയ കഷ്ണം കണ്ടല്ലോ, അതേപോലത്തെ 10 കഷ്ണം ചേർന്നാൽ ഒരു മുഴുവനാവുന്ന വലിപ്പമാണ് അതിനുള്ളത് എന്ന് പറയാം. ഇങ്ങനെയാണെങ്കിൽ ഇതിൽ എത്ര കഷ്ണം ചേർന്നാണ് ഒരു മുഴുവനാവുക? എക്സ് കഷ്ണം മുറിച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ് കഷ്ണം ചേർന്നാൽ മുഴുവനാവുന്ന വലിപ്പമാണ് അതിലൊരു കഷ്ണത്തിന് ഉള്ളത്. ഓക്കെ. ഇപ്പോൾ A/sin θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/sin θ എത്ര കഷ്ണം എടുത്തിട്ടുണ്ട്? എത്ര? എ കഷ്ണം അല്ലേ? ഇതിൽ എത്ര കഷ്ണം ചേർന്ന് കഴിഞ്ഞാൽ ഒരു മുഴുവനാവും? sin θ കഷ്ണങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ മുഴുവനാവും അല്ലേ? sin θ കഷ്ണങ്ങൾ ചേർന്നാൽ മുഴുവനാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ ഇതെങ്ങനെ പറയാം? x/a+b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നമ്പർ ഓഫ് പീസസ് എത്രയാണ്? എക്സ് ആണ്. എത്ര കഷ്ണം ചേർന്നാൽ ഇതൊരു മുഴുവനാവും? a+b കഷ്ണങ്ങൾ ചേർന്നാൽ മുഴുവനാവും അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഒരു മുഴുവൻ എത്രയും മുറിച്ചിട്ടുണ്ട്? a+b ഭാഗമായിട്ട് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന വലിപ്പമാണ് ഒരു കഷ്ണത്തിന് ഉള്ളത് എന്ന് നമ്മുടെ മനസ്സിൽ ധാരണ വേണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇനി അഡീഷനെ കുറിച്ച് പഠിക്കാം. നമുക്കെന്താണ് അഡീഷൻ? നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് അഡീഷനെ കുറിച്ചാണ്. അഡീഷൻ ഏതിൻ്റെ? ഫ്രാക്ഷൻ്റെ. അതിൻ്റെ അഡീഷനെ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഫ്രാക്ഷൻ്റെ അഡീഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കൂട്ടുക. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളത്തിലർത്ഥം? കൂട്ടുക എന്നർത്ഥം. കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൂട്ടുക എന്താ അർത്ഥം? 5+3 എന്ന് പറഞ്ഞാൽ കൂട്ടറിയാം ഇല്ലേ? എത്രയാ? 5+3 എത്രയാ? 8 അല്ലേ? ഇത് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും കൂട്ടുക എന്ന് പറഞ്ഞാൽ അഡീഷൻ പ്രാക്ടിക്കലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുക, ഇവിടെ ബ്ലാങ്ക് ഇതിൽ കാലിയായിട്ട് 2 പ്ലേറ്റ് ഇതിൽ കാണാണ്ട. നോക്കിയേ, കാണാനുണ്ട് അല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുക, ഈ യെല്ലോ പ്ലേറ്റിൽ എത്ര എണ്ണം കാണാനുണ്ട്? 4 എണ്ണം കാണാനുണ്ട് യെല്ലോ പ്ലേറ്റ് ഇല്ലേ? ഇനി നോക്കുക, ഈ ഇതിൽ ചെറിയൊരു ബ്ലൂ പ്ലേറ്റ് നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ ഇല്ലേ? ആ ബ്ലൂ പ്ലേറ്റിൽ എത്ര എണ്ണം കാണാനുണ്ട്? 3 അല്ലേ? അപ്പോൾ നമ്മൾ ഇതൊന്ന് നമുക്ക് നോക്കാം. ഈ സാധനം നമുക്കൊന്ന് നോക്കാം. ഈ മഞ്ഞ പ്ലേറ്റ് മഞ്ഞ പ്ലേറ്റിന് എഴുതാം. മഞ്ഞ പ്ലേറ്റ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം അല്ലേ? ഈ മറ്റേ ബ്ലൂ പ്ലേറ്റിൽ, നീല പ്ലേറ്റിൽ എഴുതാം. അതിലെത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. അത് കറക്റ്റായിട്ട് കാണാണ്ടല്ലോ അല്ലേ? ചെരിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. എത്ര എണ്ണം ഉണ്ട് ഇതിൽ? 3 എണ്ണം. അതേപോലെ ഇതിൽ എത്ര ഉണ്ടെന്ന് നോക്കിയാൽ നിങ്ങൾ? 4 എണ്ണം കാണാണ്ടല്ലോ. ഞാൻ പറയുന്നു, ഈ 2 പ്ലേറ്റിലെ എണ്ണം കൂട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? കൂട്ടി വയ്ക്കുകയാണെങ്കിൽ എന്നർത്ഥം അല്ലേ? ഈ 4 എണ്ണത്തിൻ്റെ കൂടെ ഈ 3 എണ്ണവും കൂട്ടി വയ്ക്കുന്നതിനാണ് കൂട്ടുക എന്ന് പറയുക. എന്താ പറയുക? 4 എണ്ണത്തിൻ്റെ കൂടെ 3 എണ്ണം കൂട്ടി വയ്ക്കുമ്പോൾ കൂട്ടുക. കൂട്ടി വയ്ക്കുമ്പോൾ കൂടും അല്ലേ? കൂട്ടി വയ്ക്കുമ്പോൾ എന്താ 3 എണ്ണം കൂടുമ്പോൾ എത്രയായി മാറും? ഇപ്പോൾ 4 എണ്ണമായിരുന്നു, 3 എണ്ണം കൂടി ഇപ്പോൾ 7 എണ്ണമായി. അപ്പോൾ കൂട്ടുക എന്നുള്ള ആശയം എന്താ? കൂട്ടിച്ചേർക്ക് വയ്ക്കുമ്പോൾ കൂട്ടുന്നു അല്ലേ? അപ്പോൾ 4+3 എത്രയാ? അപ്പോൾ 4+3 എങ്കിൽ 4+3 എന്ന് പറഞ്ഞാൽ 4ഉം 3ഉം കൂട്ടി വയ്ക്കുമ്പോൾ എത്ര കിട്ടുക? 7 അല്ലേ? ഈ ആശയത്തിൻ്റെ വികസിത രൂപമാണ് നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. ഇനി നോക്കുക,
അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മുഴുവൻ ആപ്പിൾ കാണാനുണ്ട് അല്ലേ? കാണാണ്ടല്ലോ. ഇതിന് ഞാൻ 2 ആയി മുറിക്കാൻ പോവാണ് കേട്ടോ. 2 ആയിട്ട് മുറിച്ച് കാണും അല്ലേ? ഇപ്പം നമ്മൾ കണ്ട ആപ്പിൾ ഞാനിപ്പോൾ 2 ആയി മുറിച്ചിരിക്കുന്നു, കണ്ടല്ലോ. ഈ 2 കഷ്ണമായി തുല്യ കഷ്ണങ്ങളായി. ഈ ഓരോ കഷ്ണത്തിന് നമ്മൾ എന്ത് വിളിക്കുക? 1/, ഓരോ ഇതെത്ര ഒരു കഷ്ണമാണ്. ഈ ഇങ്ങനത്തെ എത്ര ചേർന്നാലാണ് മുഴുവനാവുക? അപ്പോൾ 2 ഛേദം എന്ന് മനസ്സിലാക്കുക. എന്താണ് ഇത്? 2 ഇതുപോലത്തെ 2 ചേർന്നാലാണ് ഒരു മുഴുവനാവുക. അതുകൊണ്ട് ഛേദം 2. ഇവ കയ്യിലുള്ളത് എത്ര? 1. അപ്പോൾ ഇതാണ് 1/2 എന്നുള്ള ഇത്. അപ്പോൾ ഒരു എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത് അല്ലേ? ഇതിനെയാണ് നമ്മൾ പറയുന്നതെന്ന് 1/2. അപ്പോൾ 1/2 എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നിങ്ങളെന്താ എൻ്റെ കയ്യിൽ കാണുന്നത്? അടുത്ത കയ്യിൽ 2 കാണുന്നുണ്ട് അല്ലേ? ഈ 2 അപ്പോൾ എത്രയാണത്? എണ്ണം 2 അല്ലേ? അപ്പോൾ എണ്ണം മുകളിൽ 2 എന്ന് എഴുതി, അടിയിൽ ഛേദം എത്രയെന്ന് എഴുതി. എത്ര ചേർന്നാൽ മുഴുവനാവുക? 2. അപ്പോൾ ഛേദം എത്ര ചെയ്തിട്ടുണ്ട്? 2. 2/2. മനസ്സിലായോ? 1/2 2 കഷ്ണം എന്നും പറയാം അതിനെ അല്ലേ? 1/2 2 കഷ്ണം എന്നും പറയാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു എണ്ണം കൊണ്ട് എടുത്തിട്ട് 2 ആയി മുറിക്കുകയാണ് കേട്ടോ. സമയം അധികം പോവില്ലാത്തത് കൊണ്ട് ഞാനത് മുറിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്താ വെച്ചാൽ വീഡിയോയുടെ നീളം കാണാണ്ടിരിക്കാൻ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് എടുക്കാറ്. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്? ഇതിലിപ്പോൾ 4 കഷ്ണം കാണുന്നുണ്ട് അല്ലേ? 4 കഷ്ണം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് എത്ര എന്നാണ് പറയുക? എണ്ണ എത്രയാണ്? 4. അപ്പോൾ 4 ഛേദം എത്ര പറയണ്ടേ? ഒരെണ്ണത്തെ എത്രയും മുറിച്ചുള്ളത്? 2 ആക്കിയിട്ട്. അപ്പോൾ ഇതിലത്തെ എത്ര ചേർന്നാൽ മുഴുവനാവും? 2 ചേർന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ ഈ പ്ലേറ്റിൽ കാണുന്ന കഷ്ണങ്ങളെ ഭിന്നസംഖ്യയായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് പറയാം? 4/2. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ നിങ്ങൾ മഞ്ഞ പ്ലേറ്റ് എത്രയാണ് കാണുന്നത്? 3 അല്ലേ? അപ്പോൾ 3 കഷ്ണം അല്ലേ? ഒരു കഷ്ണം എത്ര ചേർന്നാൽ മുഴുവനാവും? ഇങ്ങനത്തെ 2. അപ്പോൾ അടിയിൽ ഛേദം എത്ര എഴുതണ്ടേ? 2 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായില്ലേ? ഇതിൽ 1/2 എത്ര കഷ്ണമുണ്ട്? 3/2 1/2 എത്ര കഷ്ണമുണ്ട്? 3. ഓക്കെ, അതും വിട്ട്. 4/2 1/2 എത്ര കഷ്ണമുണ്ട്? 4. അത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതിൽ 1/2 3 കഷ്ണമാണ്, ഇതിൽ 1/2 4 കഷ്ണമാണെന്ന് എന്തായി അല്ലേ? ഓക്കെ, ഇനി നോക്കുക. അപ്പോൾ 1/2 എത്രയാണ്? 4/2 എത്രയാണ്? 3/2 എത്രയാണെന്നൊക്കെ അറിയാം അല്ലേ? ഇപ്പോൾ ഈ മഞ്ഞപ്പള്ളിയിൽ എത്രയുള്ളത്? 1/2 ഒരു കഷ്ണം. അപ്പോൾ മഞ്ഞ പ്ലേറ്റിലുള്ളത് 1/2 ഒരു കഷ്ണം. ഓക്കെ, മഞ്ഞ പ്ലേറ്റിൽ മഞ്ഞയിൽ 1/2 ഒരു കഷ്ണമുണ്ട്. 1/2 നീല പ്ലേറ്റിലോ? നീല പ്ലേറ്റിൽ നോക്കുക. നീല പ്ലേറ്റിന് കാണണ്ട 1/2 എത്ര കഷ്ണമുണ്ട്? 3 കഷ്ണമുണ്ട് അല്ലേ? അതിനെന്താ പറയുക? 3/2. അപ്പോൾ നമ്മളോട് പറയുന്നത് ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറഞ്ഞ് 2 പ്ലേറ്റിൽ ആഡ് ചെയ്താൽ മതി അല്ലേ? 1/2 പ്ലസ് 3/2. 1/2 ഒരു കഷ്ണവും 1/2 3 കഷ്ണവും ചേർന്നാൽ 1/2 എത്ര കഷ്ണമാവും? നമുക്കറിയാം. 1/2 ഒരു കഷ്ണമുണ്ട് ഇതിൽ. 1/2 3 കഷ്ണം. ഇത് കൂട്ടി കഴിഞ്ഞാൽ എത്രയാവും? ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 1/2 എത്ര കഷ്ണം വരും അല്ലേ? ആ വലിപ്പം വ്യത്യാസം വരുമല്ലോ. കഷ്ണത്തിൻ്റെ വലിപ്പം കൂട്ടിയപ്പോൾ വലിപ്പം വ്യത്യാസം വന്നോ? നോക്കിയേ, അതിന് കൂട്ടിയപ്പോൾ വലിപ്പം വ്യത്യാസം വന്നാൽ കഷ്ണത്തിൻ്റെ വലിപ്പം കൂടിയ കുറഞ്ഞ ഇല്ല. അപ്പോൾ എത്ര ഛേദത്തിന് തന്നെയാണ്? ശരി, 2. അപ്പോൾ കൂട്ടുമ്പോൾ ഛേദത്തിന് വ്യത്യാസം വരുമോ? ഇല്ല. എണ്ണോ? 3 ഒരെണ്ണത്തിൻ്റെ കൂടെ 3 ചേർന്നപ്പോൾ എത്ര? 3 + 1 ആയി അല്ലേ? അപ്പോൾ 1 + 3 ആയി അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്തൊരു തത്വം മനസ്സിലാക്കുന്നത്? ഈ അംശങ്ങൾ കൂട്ടുന്നുണ്ടോ ഇവിടെ? അല്ല, അംശമല്ല, ഛേദം. ഡിനോമിനേറ്റേഴ്സ് കൂട്ടുന്നുണ്ടോ? ഇല്ല. എന്താണ് കൂട്ടുന്നത്? അംശം മാത്രം, അഥവാ ന്യൂമറേറ്റർ മാത്രമാണ് കൂട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്ത് ഭിന്നസംഖ്യയായിരുന്നു? ഒരേ ഛേദമുള്ള ഭിന്നസംഖ്യയാണ്. വാട്ട് ഈസ് കോൾഡ് ദിസ് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്? ലൈക്ക് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ 1/2 എന്നൊരു നമ്പറും 3/2 എന്നൊരു ലൈക്ക് നമ്പറും ആഡ് ചെയ്തപ്പോൾ ഈ ഡിനോമിനേറ്ററിന് മാറ്റം വന്നോ? ഇല്ല. ഡിനോമിനേറ്ററിന് മാറ്റം വന്നില്ല. ഇതിനെന്താണ് നമ്മൾ കണ്ടെത്തുന്ന തത്വം? ഡിനോമിനേറ്റേഴ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല. എന്താണ് ആഡ് ചെയ്യേണ്ട ആവശ്യം? 1/2 ഒരു കഷ്ണം 1/2 3 കഷ്ണം ചേർന്നാൽ നമുക്കറിയാം 1/2 എത്ര കഷ്ണമെന്ന്? 4. അപ്പോൾ 1/2 4 കഷ്ണം 4/2 എന്നല്ല എഴുതുക അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇതിന് ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇതാണ് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം
മനസ്സിലായോ? അടുത്തായിട്ട് നമുക്ക് മറ്റൊരു സംഖ്യ കൂടി നോക്കാം. ഇത് മറ്റൊരു കാര്യത്തിൽ വീണ്ടും ഞാൻ ഈ 1/2 കഷ്ണമാണ് ഇത് വീണ്ടും മുറിക്കുകയാണ്. എന്താണ് ചെയ്യുന്നത്? 1/2 കഷ്ണത്തെ ഞാൻ വീണ്ടും മുറിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റും. 1/2 കഷ്ണത്തെ 2ആക്കി മുറിച്ചു. അപ്പോൾ ഇതേപോലത്തെ എത്ര കഷ്ണം വേണം ഒരു മുഴുവനാവാൻ? 4 കഷ്ണം വേണ്ടേ? ഇങ്ങനത്തെ 2 കൂടി ചേർന്ന പകുതിയേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ എത്ര കഷ്ണം വേണം? മുഴുവൻ 4 കഷ്ണം വേണം അല്ലേ? ഇപ്പോൾ നമുക്ക് വീണ്ടും ഞാൻ മുറിക്കാം. ഇപ്പോൾ നമ്മൾ എൻ്റെ ഇതിൽ 1/4 4 കഷ്ണമുണ്ട് അല്ലേ? ഇതിനൊന്നാ വിളിക്കുക. ഇതിലിപ്പോൾ ഇനി മഞ്ഞ പ്ലേറ്റിൽ നിങ്ങൾ എന്താ കാണുന്നത്? 4/4 1/4 4 കഷ്ണം. ഓക്കെ, ഇനി നമ്മൾ ഒരു കഷ്ണം ഞാൻ മുറിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒത്തിരി 1/4 എത്ര കഷ്ണമായി? ഇപ്പോൾ 1/4 എത്ര കഷ്ണമായി? 5 കഷ്ണമായി അല്ലേ? നമുക്കറിയാം. അത് 1/4 5 കഷ്ണം മഞ്ഞ പ്ലേറ്റിൽ 1/4 5 കഷ്ണം, അതായത് എന്നാ പറയുക? 1/4 5 കഷ്ണം അല്ലേ? ഇതെന്നാ പറയുക നമ്മൾ? 5/4 1/4 5 കഷ്ണമാണ് 5/4. ഓക്കെ, ഈ തത്വം തന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ട് നമ്മൾ മറ്റൊരു കണക്കിലേക്ക് കടക്കുകയാണ്. നോക്കുക, ഇപ്പോൾ ഈ പ്ലേറ്റിൽ മഞ്ഞ പ്ലേറ്റിൽ നിങ്ങൾ എത്രയാണ് കാണുന്നത്? മഞ്ഞ പ്ലേറ്റിൽ എത്രയാണ് നിങ്ങൾ കാണുന്നത്? ഈ മഞ്ഞ പ്ലേറ്റിൽ എത്രയാണ് കാണുന്നത്? 1/4 3 കഷ്ണം. അപ്പോൾ 1/4 3 കഷ്ണം എന്ന് പറയുമ്പോൾ എണ്ണം 3 അല്ലേ? ആ 3/4 അല്ലേ? ഇനി നീല പ്ലേറ്റിൽ എത്രയാണ് കാണുന്നത്? 2 കഷ്ണം കാണുന്നുണ്ട്. 1/4 2 കഷ്ണം ആയതുകൊണ്ട് ഇതെന്ത് പറയും? 2/4 അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൽ ഈ കഷ്ണങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ 1/3 കഷ്ണവും ഇവ തമ്മിൽ കൂട്ടുന്നു എന്നിരിക്കുക. 3/4 ഒരു ഭാഗത്തുണ്ട്, 2/4 ഒരു ഭാഗത്തുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇതെങ്ങനെ കൂട്ടുമ്പോൾ ഈ കഷ്ണത്തിൻ്റെ വലുപ്പം കൂടുകയോ കുറയുകയോ ചെയ്യുമോ? വെറുതെ കൂട്ടിക്കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ഛേദം മാറുമോ? ഇല്ല. അല്ല, എന്താ ഒന്നും മാറില്ലല്ലോ. ഛേദം മാറാത്തത് കൊണ്ട് ഛേദം കൂട്ടേണ്ട കാര്യമില്ല. ഇല്ല. അപ്പോൾ ഭിന്നസംഖ്യ കൂട്ടുമ്പോൾ ഛേദം കൂട്ടണോ? വേണ്ട. മനസ്സിലായോ? അതിന് കാരണം മനസ്സിലായില്ലേ? കഷ്ണത്തിൻ്റെ വലുപ്പത്തിന് മാറ്റം വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണ്ട? കൂട്ടണ്ട. അതാണ് അതിൻ്റെ യുക്തി. കൃത്യമായില്ലേ? 1/4 3 കഷ്ണവും 1/4 2 കഷ്ണവും ചേർന്നാൽ എത്ര കഷ്ണമായി? 1/4 അല്ലേ? അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എന്ത് കൂട്ടുന്നുള്ളൂ? ഇത് 3 കഷ്ണം 2 കഷ്ണം കൂടുമ്പോൾ 5 കഷ്ണവും. കോമൺ സെൻസ് അല്ലേ? അപ്പോൾ ആകുന്ന എത്രയാണ്? ആകെ എത്ര കഷ്ണം? 3 + 2 കഷ്ണവും അല്ലേ? വലിപ്പം എത്ര തന്നെയാണ്? 3 + 2 അല്ലേ? അപ്പോൾ വലിപ്പം എത്ര തന്നെയാണ്? 4 തന്നെ. ഇല്ലല്ലേ? ഇതിൽ വലിപ്പം നമ്മൾ കൂട്ടിയ വശം വലിപ്പം ഒന്ന് കൂടിയ ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ മാറ്റം വരുമോ? ഇല്ല. അപ്പോൾ നമുക്കല്ല, അതുകൊണ്ടാണ് കൂട്ടാത്തത്. 5/4. അപ്പോൾ ഇതിനെന്താ മനസ്സിലായി? ലൈക്ക് ഫാക്ടേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് അഥവാ കൂട്ടുന്ന സമയത്ത് അതിൻ്റെ ഡിനോമിനേറ്റർ കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ കണ്ടെത്തിയല്ലേ അത്? അതെ. അതിൻ്റെ അംശം കൂട്ടേണ്ട കാര്യമുണ്ടോ? അംശം കൂട്ടണോ? അംശങ്ങൾ കൂട്ടണോ? അംശങ്ങൾ കൂട്ടണം. ഓക്കെ, ശരിയല്ലേ? അംശം കൂട്ടിയാൽ മതി. ദെയർഫോർ നമുക്കൊരു ഫോർമുല ഉണ്ടാക്കാം. a/b പ്ലസ് അല്ലെങ്കിൽ x/a പ്ലസ് y/b എന്നുള്ള ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ആഡ് ചെയ്യുക? y/ അല്ല a തന്നെ. x/a പ്ലസ് y/a എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? x + y/a. മനസ്സിലായ? ഇതാണ് അതിൻ്റെ തത്വം. ഈ തത്വം ഈ സെയിം പ്രിൻസിപ്പിൾ ഈസ് അപ്ലൈഡ് ഹിയർ. മനസ്സിലായ? അപ്പോൾ ഈ നമ്മുടെ മനസ്സിൽ ഇത് ഉറച്ചു നിൽക്കണമെങ്കിൽ ഇത് സിംപിളി വി ക്യാൻ ആഡ് ദിസ് അല്ലേ? വി ഡോണ്ട് നീഡ് ടു ആഡ് the denominators if they are like fractions. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കുന്നു നമുക്ക് മനസ്സിലായി അല്ലേ? ഈ ഉത്തരം ശരിയാണെന്ന് മനസ്സിലായി. ഓക്കെ, അതുപോലെ a/sin θ പ്ലസ് b/sin θ. What will be the answer of this? a plus b by sin θ. Why?
Why didn't you add sin theta? Because the denominator same. Therefore, we don't have to add the denominators. If we add the denominators together, the answer will be wrong. Okay? മനസ്സിലായില്ലേ? അപ്പോൾ ഇതേ സെയിം ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷനാണ് നമ്മളെവിടെ ചെയ്യുന്നത്, ഇത് നമ്മൾ ഏതിൽ ചെയ്യുന്നത്, അതായത് ഈ മറ്റേ ട്രിഗണോമെട്രിയിലൊക്കെ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. മനസ്സിലായ? വേറെ മറ്റൊരു കണക്കിലേക്ക് നമുക്ക് കടക്കാം. എ മൈനസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ മൈനസ് എ പ്ലസ് ബി ബൈ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും? എ പ്ലസ് ബി, എ മൈനസ് ബി, ഇതും പ്ലസ് എ പ്ലസ് ബി എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. മനസ്സിലായോ? അപ്പോൾ ഇതിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ പ്ലസ് ആണ് കേട്ടോ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 2a എന്ന് പറയും. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഇത് കുറയ്ക്കണം ബിയും കൂട്ടണം ബിയും. ഇതിൽ കുറയ്ക്കണം ബിന്നും കൂട്ടണം ബിയും. ഒരു സംഖ്യയോട് ഒരു 5 കൂട്ടി 5 കുറച്ചാൽ തന്നെ കിട്ടുക ഒരു സംഖ്യ 10 വിചാരിക്കുക. അതിനോട് 5 കൂട്ടി 5 കുറച്ചാൽ തന്നെ വരിക ആ സംഖ്യ തന്നെ അല്ലേ, മാറ്റം വരില്ല. അപ്പം അല്ലേ, 10നോട് 5 കൂട്ടുക, 5 കുറയ്ക്കുക. അപ്പോൾ അത് 5 10 ബി ആഡ് ചെയ്യാനുണ്ട്, ബി ആഡ് ചെയ്യും വേണ്ട, കുറയ്ക്കും വേണ്ട. ബാക്കി എന്ത് ചെയ്താൽ മതി? ആയും ബിയും കൂട്ടിയാൽ മതി. അപ്പോൾ 2a പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. മനസ്സിലായ? ഇതാണ് ഇതിൻ്റെ ഇതാണ് ഹയർ മാത്തമാറ്റിക്സ്. ഇങ്ങനെയാവും ചെയ്യുക. അത് സെയിം ആപ്ലിക്കേഷനാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഏതാ നമ്മൾ ചെയ്യുന്നത്? എന്താണ്? സെയിം ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ. അല്ല 2 - b + a + b അല്ലേ? അപ്പോൾ 2a + b അല്ലേ? 2a + മനസ്സിലായില്ല. 10 5 കൂട്ടുക. ഇതിൽ ബി കൂട്ടുകയും ചെയ്യണം, ബി ഇവിടെ കുറയ്ക്കും വേണം അല്ലേ? ബി ഇവിടെ കൂട്ടണം, ബി കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ബി കൂട്ടും കുറയ്ക്കും ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? ആ ബി ആഡ് ചെയ്യും വേണ്ട, ഡയറക്റ്റ് ചെയ്യും വേണ്ട അല്ലേ? അത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിവിടെ ക്യാൻസലായി പോകുന്ന അർത്ഥം. മനസ്സിലായ? ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെ ഞാൻ പ്രോഗ്രാം ചെയ്തെടുക്കണം. ഈ സാധനങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉറച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ കണക്കുകൾ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ ഇത് രണ്ട് നമുക്ക് മനസ്സിലാവുന്നത്, വി ഡോണ്ട് ഹാവ് ടു നീഡ് ദി ഡിനോമിനേറ്റേഴ്സ് ഇഫ് ദേ ആർ ലൈക്ക് ഫ്രാക്ഷൻസ് അല്ലേ? കാരണം നമുക്ക് പറയാം വലുപ്പ വ്യത്യാസം വരുന്നില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് അഡീഷൻ മനസ്സിലായല്ലോ. ദെൻ ഇപ്പോൾ ഇതിലെത്ര ഇതാണ് കാണുന്നത് നമ്മൾ? ഇപ്പോൾ മഞ്ഞ പ്ലേറ്റ് നോക്കുക, ഇതിൽ നിങ്ങൾ എത്ര ഇതാണ് കാണുന്നത്? 5 കഷ്ണം കാണുന്നുണ്ട് അല്ലേ? അത് വലിപ്പം നിങ്ങൾക്കറിയാം. ഒരു കഷ്ണം എത്ര കഷ്ണം ചേർന്നാലാണ് മുഴുവനാവുക ഇതിൽ? അപ്പോൾ 5/4 അതിൽ കാണുന്നത് അല്ലേ? എണ്ണം 5, ഇത് 4. നൗ ഐ ആം ഗോയിങ് ടു ടേക്ക് ഔട്ട് 2 പീസസ്. അപ്പോൾ ഇതിൽ 2 പീസ് എടുത്താൽ എന്തുണ്ടാവും? ഇതിൽ ആ പീസ് കുറയും അല്ലേ? അപ്പോൾ ഞാൻ എത്രയാണ് എടുത്തത്? 2 പീസസ് അല്ലേ? 1/4ൻ്റെ 2 പീസസ് എത്ര എടുത്തത്? അപ്പോൾ 2 അല്ലേ? 1/4 2 പീസ് അല്ലേ എടുത്തത്? 2/4 അല്ലേ എടുത്തത്? സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ 2/4 എടുത്തു കഴിഞ്ഞാൽ കൂട്ടുമ്പോൾ ആഡ് ചെയ്യുന്നു, എടുക്കുമ്പോൾ കുറയുന്നു. അപ്പോൾ ഇതിപ്പോൾ മഞ്ഞപ്പളയിൽ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന് 2/4 കുറച്ചാൽ മതി. 1/4 5 കഷ്ണം ഉണ്ടായിരുന്നു, അതിന് 2 കഷ്ണം എടുത്ത് ബാക്കി എത്ര കഷ്ണം ഉണ്ടോ അല്ലേ? 3 കഷ്ണം. ആകെ 5 കഷ്ണം ഉണ്ടാവും, 3 കഷ്ണം എടുത്ത് ബാക്കി എത്ര കഷ്ണമാണ്? അപ്പോൾ ഉത്തരത്തിൽ 2 കഷ്ണം അല്ലേ? 3 കഷ്ണം അല്ലേ? എത്ര എന്ത് ചെയ്യാം? 1/4 അല്ലേ? 1/4 3 കഷ്ണം ശരിയല്ലേ? 1/4 ശരിയല്ലേ? അപ്പോൾ നമ്മളിതിൽ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എന്തെന്നെയാണ് വരുന്നത്? 3/4 വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ? കുറയ്ക്കുമ്പോൾ കഷ്ണത്തിൻ്റെ എണ്ണം കുറയുന്നുണ്ട്, വലിപ്പം കുറയുന്നില്ല, കൂടുന്നുണ്ടോ? ഇല്ല. കഷ്ണത്തിന് നമ്മളൊന്നും ചെയ്യുന്നില്ല, ഞെക്ക് വലിക്കൊന്നും ചെയ്തിട്ടില്ലേ? അപ്പോൾ വലിപ്പം കൂടുക കുറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ഇത്?
ആഡ് ചെയ്യുമ്പോഴും ഡിഡക്റ്റ് ചെയ്യുമ്പോഴും എന്ത് വേണ്ട? ഡിനോമിനേറ്റേഴ്സ് ആഡ് ചെയ്യേണ്ട, ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഒന്നും വേണ്ട. എന്താണ് ഡിഡക്റ്റ് ചെയ്യുന്നത്? ന്യൂമറേറ്റേഴ്സ് അഥവാ അംശമാണ് അല്ല. അപ്പോൾ രണ്ട് ഭിന്നസംഖ്യകളുടെ വ്യത്യാസം കാണാൻ, അല്ലെങ്കിൽ അവയെ ഒരു ഭിന്നസംഖ്യയിൽ നിന്ന് മറ്റൊരു ഭിന്നസംഖ്യ സബ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അവിടെ അംശങ്ങളുടെ വ്യത്യാസം അല്ലേ, ന്യൂമറേറ്റേഴ്സിൻ്റെ വ്യത്യാസം കാണുക. അടിയിൽ എന്ത് ചെയ്യുക? സെയിം ഇത് എടുത്തെഴുതുക, അത്രയേ വേണ്ടൂ അല്ലേ. ഇത് വേറെ ഇത് എടുത്താലും ഇതുപോലെ ഇത് വയ്ക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും ലൈക്ക് ഫാക്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഡിനോമിനേറ്റേഴ്സ് ചേഞ്ച് ആവില്ല എന്ന് മനസ്സിലായല്ലോ? അത് സെയിം എടുത്തെഴുതിയാൽ മതി. എന്തിൻ്റെയാണ്? ആഡ് ചെയ്യുമ്പോൾ അംശങ്ങൾ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റർ ഒരെണ്ണം എടുത്തെഴുതുക അല്ലേ. എത്ര സംഖ്യയായാലും ഇതന്നെ ബാധകം കേട്ടോ. അപ്പോൾ അത് മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് എന്താ നിങ്ങൾ മനസ്സിലായത്? ലൈക്ക് ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഒരു പ്രാവശ്യം എടുത്ത് എഴുതും, 2 പ്രാവശ്യം എടുത്ത് എഴുതണം വേണ്ട, ഒരു പ്രാവശ്യം എടുത്ത് എഴുതുന്നത് വലിപ്പത്തെ പറയാനാണ് അല്ലേ. വലിപ്പം പറയുമ്പോൾ എത്ര എണ്ണം ചേർന്നാൽ ഒരു മുഴുവനാവും എന്ന് പറഞ്ഞാൽ മതി അല്ലേ. അടിയിൽ എന്താ എഴുതേണ്ടത്? വലിപ്പമാണ് അറിയേണ്ടത് അല്ലേ. അതിനെന്ത് ചെയ്താൽ മതി? എത്ര കഷ്ണം ചേർന്നാൽ മുഴുവനാവെന്ന് പറഞ്ഞാൽ മതി. ഇതിൽ എത്ര കഷ്ണം ചേർന്നാൽ മുഴുവനാവുക? 4 കഷ്ണം. 4 എഴുതി അത് മാറ്റമില്ലല്ലോ. ഇല്ല, ഓക്കെ. ഇനി ക്ലിയർ ആയില്ലേ? ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. നിങ്ങൾ അഡ്വാൻസ്ഡ് പഠിക്കുന്ന കുട്ടികളാണ്, സമയമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു, ഇതിൻ്റെ ആശയങ്ങൾ ഉറക്കാനാണ് അല്ലേ. 5/4 ഒന്നിനേക്കാൾ കൂടുതൽ കുറവാണെന്ന് നമുക്ക് പഠിച്ചില്ലേ? മിക്സഡ് ഫ്രാക്ഷൻ പഠിച്ചാണ് അല്ലേ. എത്ര എണ്ണം ചേർന്നാൽ മുഴുവനാവും? 4 എണ്ണം. അല്ലെങ്കിൽ 5 എണ്ണം ഉണ്ട് അല്ലേ. ഒരു മുഴുവനുണ്ട്, ഒരു കഷ്ണമുണ്ട് അല്ലേ. അപ്പോൾ 1 and 1/4 അല്ലേ. അത് നിങ്ങൾക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാമെന്നറിയാം അല്ലേ. ഓക്കെ, അത് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോണത് മറ്റൊരു ആപ്പിൾ നോക്കുക. ഇപ്പോൾ ഈ രണ്ട് ഇപ്പം യെല്ലോ പ്ലേറ്റ് കാണാണ്ട് ഇല്ലേ. ഇതും കാണാം. നിങ്ങൾ മറ്റേ 2 കഷ്ണം കാണാനുണ്ട് ഇല്ലേ. 2 കാൽ കഷ്ണമാണ് അല്ലേ. 2 ഇത് ഹാഫിന് ഈക്വൽ അല്ലേ. 1/2 ഈക്വലാണെന്ന് തോന്നുന്നുണ്ടോ? പകുതിയായില്ലേ. അപ്പോൾ 2 ഹാഫ് ചേർന്നാൽ എത്രയായി? അപ്പോൾ ഒരു ആപ്പിളിനെ 4 മുറിച്ച് 2 കഷ്ണത്തെ പകുതിയായില്ലേ. അതും ഇതും തുല്യമല്ലേ. അപ്പോൾ ഇതിനെ പറയും, ഇത് നീല പ്ലേറ്റിലെ കഷ്ണങ്ങൾ എത്രയാന്ന് പറഞ്ഞേ? 2/4. യെല്ലോ പ്ലേറ്റിലെ കഷ്ണത്തിൽ ഞാൻ പറഞ്ഞ 1/2. ഇത് രണ്ടും തുല്യമാണോ? ആണ് അല്ലേ. ഇത്തരം ഭിന്നസംഖ്യയിലെ പറയും എന്തെന്ന്? സമാന ഭിന്നങ്ങൾ. ഇതിൽ എണ്ണത്തിന് വ്യത്യാസമുണ്ട്, പക്ഷേ അളവ് സെയിമാ അല്ലേ. ഇതും അളവ് സെയിമാ അല്ലേ. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഒരാൾക്ക് ഇത് ഒരെണ്ണം കൊടുത്തു, നിങ്ങൾക്ക് 2 എണ്ണം തന്നു. ഈ ഒരെണ്ണം കിട്ടിയ ആൾക്ക് അറിയോ? ഇല്ല. എന്താ കാരണം? സെയിമാണ്, കിട്ടിയത് സെയിമാണ് അല്ലേ. ഇതിന് വലുതും, അപ്പോൾ ഇതിന് ഒരു കഷ്ണം തരികയാണെങ്കിൽ ചിലപ്പം കരഞ്ഞെന്ന് വരും അല്ലേ. കാരണം എന്താ? അയ്യോ എനിക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഇതിനെ പറയുന്ന പേരാണ് ഈക്വലൻ്റ് ഫ്രാക്ഷൻസ് എന്ന് പറയാ. ഈക്വിവാലൻ്റ് ഫ്രാക്ഷൻസ് നോക്കിയോ. ഈക്വിവാലൻ്റ് ഫ്രാക്ഷൻസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അല്പം ദൈർഘ്യം അല്പം കൂടിപ്പോയി. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ